ഹലോ ഗൈസ്. അപ്പൊ ഇന്ന് സൺഡേ ആണ്. അപ്പൊ ഇന്നത്തെ സൺഡേ കുറച്ച് പരിപാടികൾ ഒക്കെ ഉണ്ട്. നമ്മുടെ ഫുഡ് പുറത്തുനിന്നാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം നാട്ടിൽ പോയി തിരിച്ചു വരുമ്പം കേറിയ ഒരു ഹോട്ടലാണ്. നാട്ടിൽ പോയിട്ടാണോ? അല്ല, നമ്മൾ കൊടൈക്കനാല് മൂന്നാറൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോ അവിടുത്തെ നമുക്ക് ഫുഡൊന്നും മര്യാദക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നേ, മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്റെ പൊന്നെ, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു! അതിന്റെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടില്ല അല്ലേ ബേട്ടാ? അപ്പൊ വേറെ എങ്ങനെ തപ്പിയപ്പോഴും എനിക്ക് മനസ്സിൽ അവിടെ ഒന്നും കൂടെ പോണം എന്നുണ്ടായിരുന്നേ. അപ്പൊ ഇന്ന് ഭയങ്കര ടേസ്റ്റാണ്, നല്ല മീൽസും. അധികം ദൂരമില്ല നമുക്ക് ഇവിടുന്ന്, നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പൊ പിന്നെ അവിടെ ഒന്ന് പോവാന്ന് വെച്ചു. ഇന്നത്തെ ഉച്ചക്കുള്ള ഫുഡ് അവിടുന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാന്ന് വെച്ചപ്പോ അതിന്റെ ഒരു വ്ലോഗാണെന്ന്. അപ്പോ വെൽക്കം ടു അബി ആൻഡ് സാലു റോ വ്ലോഗ്സ്. അതെ, അപ്പൊ അവിടെ വെച്ച് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ എത്താനായിട്ടുണ്ട്. ഇന്ന് എന്താന്നറിയില്ല കേട്ടോ, തിരക്കില്ല, ബ്ലോക്കില്ല. ഓ, അതൊരു സൺഡേ ഇങ്ങനെ ബ്ലോക്ക് ഇല്ലാതെ. അപ്പൊ ഇത് നമ്മള് ആലുവയിലാട്ടോ ലൊക്കേഷൻ വരുന്നത്. പെട്ടെന്ന് എത്തി അല്ലേ? നമ്മൾ പെട്ടെന്ന് എത്തിയില്ലേ? ഒരു 10 മിനിറ്റില് എത്തി. 15 മിനിറ്റ് ആവാനായി. അപ്പൊ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നല്ലതാണ്. അന്ന് കഴിച്ചപ്പോ നല്ലതായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു. നല്ലത് തന്നെ കിട്ടും. അതെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങള് ബാക്കി ഇപ്പൊ ഞങ്ങൾ ഇതാ അവിടെ എത്തിട്ടോ. ആൾക്കാര് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ വന്നു, 12:30 ആയിട്ടേ ഉള്ളൂ. എനിക്കൊന്നൊരു 1 മണിയൊക്കെ ആവുമ്പോ തന്നെ തിരക്കാവും. വണ്ടിയൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ. നല്ല സ്പേഷ്യസ് ആണ്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്? നമ്മള് മീൽസ് കഴിക്കാനാണല്ലോ വന്നേ. മീൽസ് കഴിക്കാനാണ് ഞങ്ങൾ വന്നത്. അപ്പൊ മീൽസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബീഫ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. വേറെ ചെറിയ മത്തി ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അത് കിട്ടിയില്ല. ചെറിയ മീന് വേറെ നത്തലൊക്കെ ഉള്ളു. മത്തി, മൈല അതൊന്നും ഇല്ല. പിന്നെ നെയ്മീനും അങ്ങനത്തെ ഒക്കെ നല്ല മീനില്ലേ, അതൊക്കെ ഉള്ളത്. അപ്പൊ ഞങ്ങള് ബീഫ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മീൽസ് തിരക്കായി വന്നിട്ടില്ല കേട്ടോ. അപ്പുറ സൈഡൊക്കെ ആൾക്കാരുണ്ട്. അപ്പുറത്തുണ്ട്. ഇത് 2 സൈഡ് ഉണ്ട്. അപ്പുറം ഒരു സെഷൻ ഉണ്ട്, കണ്ടില്ലേ? ആ സെഷൻ ഉണ്ട്. എന്തോ ഒരു ഭയങ്കര പ്രീമിയം സെറ്റപ്പ് ആണ്, പക്ഷെ അത്ര റേറ്റും ഇല്ല കേട്ടോ. മീൽസ് ഒക്കെ കുറവല്ലേ? 150 ഒക്കെ നല്ല മീൽസ്, അതായത് ഫിഷ് കറി വിത്ത് മീൽസ് ഉണ്ടാവും. നമ്മള് മീൽസ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റിംഗ് ആണ്, വന്നിട്ടില്ല. ഞങ്ങളുടെ മീൽസ് എത്തി. അപ്പൊ അതെ, നമ്മുടെ മീൽസ് എത്തിയിട്ടുണ്ട്. ഇത് മീൻകറി, പായസമുണ്ട്, ഇത് സാമ്പാറ്, പപ്പടം, അച്ചാറ്. ഇതെന്താ മീന് വരട്ടിയത് അല്ലേ? ഇത് ചമ്മന്തി. ചമ്മന്തി, ഓലൻ, ചീരയും വേറെ എന്തോ ഉണ്ടോ? ഇല്ല. ചീരയും പരിപ്പും, അവിയല്, നമ്മുടെ ബീഫ്, പിന്നെ കറി, സാമ്പാർ, കറി ഞാൻ പറഞ്ഞു, മീൻകറി, സാമ്പാറ്, പായസം, മോര്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. അപ്പൊ ഞങ്ങളിതാ കഴിച്ചിറങ്ങിട്ടോ. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നല്ല ഫുഡായിരുന്നു, നല്ല മീൽസ് ആയിരുന്നു. കാണിച്ച കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ അഭിയേട്ടന് പിന്നെ ഇപ്പൊ ഉള്ളതുപോലെ തന്നെ എരിവ്. ബീഫ് ഇത്തിരി സ്പൈസി ആയിരുന്നു. കുരുമുളകിന്റെ ഒരു എരിവും, പിന്നെ നമ്മുടെ വയനാട് ഉണ്ടമുളക് അതൊക്കെ ഇട്ടിട്ട് ഉള്ളതായോണ്ട് നല്ല, പക്ഷെ ടേസ്റ്റ് വെച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അമ്മയുടെ ഫുൾ വേർത്ത് കുളിച്ച് എസിലിരുന്ന് വിയർത്തു. ഇതൊക്കെ എടുത്ത് കുടിക്കായിരുന്നു. മോരാണെങ്കിലും പച്ചമുളക് അരച്ചിട്ട് സംഭാരല്ലേ,
അതേപോലെ അത് നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ ചോറിലൊക്കെ മിക്സ് ചെയ്ത് തിന്നു. കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാ മറ്റേ ഇതില്ലേ മീൻ വരട്ടിയത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലായിരുന്നു. അപ്പം എന്തായാലും നല്ല ഫുഡായിരുന്നു. എവിടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാല് ആലുവയല്ലേ, ആലുവയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ആലുവ പുഴയുടെ തീരത്ത്, പുഴയുടെ തീരത്തല്ല, പുഴയുടെ തീരത്തല്ല, ആലുവ നമ്മുടെ പറവൂർ കവല, അവിടെ നൂർജഹാൻ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റിന്റെ പേര്. ഞങ്ങൾ ഇറങ്ങി വരുമ്പോ തിരക്കായി വരുന്നുണ്ടായിരുന്നു. തിരക്കായി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി പതുക്കെ വീട്ടിൽ പോട്ടെ. വൈകുന്നേരം ആകുമ്പം ബീച്ചിൽ പോണെന്നുണ്ട്. വെയിലൊക്കെ താന്നിട്ട് എന്ത് വെയിലാണ്. അഭിയന്റെ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരിക്കല്ലേ, അപ്പം വെയില് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതാണ് ഈ മാസ്ക് ഇട്ട് വെച്ചേക്കുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. കാറിൽ പോകുമ്പോ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മള് വിചാരിക്കും എ സി ഒക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പ് ആയിട്ട് ഇരിക്കും. കാറിലാണ് ഏറ്റവും ഡേഞ്ചർ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കും. ഞങ്ങൾ അപ്പുറത്ത് ഇത് വെച്ചിട്ടുണ്ട്, പക്ഷെ നല്ലതായിരിക്കും. അത് മിക്കവാറും അത് ഒട്ടിക്കേണ്ടി വരും. അത് അടുത്ത് തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ ശരി, ഞങ്ങൾ എന്നാ വീട്ടിൽ പോട്ടെ. ബാക്കി ബീച്ചില് പോകുന്ന വ്ലോഗ് ബീച്ചിലേക്ക് നമ്മള് പോകും. അപ്പൊ ജസ്റ്റ് കാണിച്ചു തരാം. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ നൂർജഹാന്ന് മീൽസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോയിട്ട് കുറച്ചേരം ഉറങ്ങി, സിനിമ കണ്ടു. സർവമായ OTT വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിരുന്ന് കണ്ടു. ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ട പടം കേട്ടോ. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട പടം, കാണാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു പടമാണല്ലോ അല്ലേ ബേട്ടാ? ഡെലുലു ഫാൻസ്. അപ്പൊ അത് കുറച്ചേരം ഇരുന്ന് കണ്ടു. അപ്പൊ ഞങ്ങള് പറഞ്ഞില്ലേ ബീച്ചിൽ പോണെന്ന്. അപ്പൊ അതാ ഞങ്ങളിപ്പോ സമയം 5:30 ആയിട്ടുണ്ട്. 6:30 ആവൂലോ എന്തായാലും സൺസെറ്റ് കാണാം. അപ്പം ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കില് ബ്ലോക്ക് ഉണ്ടാവില്ലായിരിക്കും. സൺഡേ അല്ലേ, വലിയ കുഴപ്പമുണ്ടാവില്ല. കുറച്ചായില്ലേ നമ്മള് ബീച്ചിൽ പോയിട്ട് കുറേ ആയി ബീച്ചിൽ പോയിട്ട്. അപ്പോ കുഴപ്പമില്ല, നല്ല കാലാവസ്ഥയാണ്. അപ്പൊ വന്നാ പിന്നെ നമുക്ക് ബീച്ചിൽ നിന്ന് കാണാം അല്ലേ? അതെ, ബീച്ചിലേക്ക് പോവാം. നല്ല വ്യൂ ഉണ്ട് അല്ലേ? ഓ, ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടല്ലേ. വൈകുന്നേരം ഒക്കെ ആവുമ്പോ നല്ല രസാ. അതായത് വൈകുന്നേരം രാവിലെയും ഈ റൂട്ടില് വരുന്നത്. ഉച്ചക്ക് പറ്റില്ല, ഉച്ചക്ക് ഈ ഏരിയയിലേക്ക് വരരുത്, അമ്മാതിരി വെയിലായിരിക്കും. ഇതാണ് മുനമ്പം മീൻ മാർക്കറ്റ്. നല്ല തിരക്കാ ഇവിടെ. നല്ല ഫ്രഷ് മീൻ കിട്ടും. ഫ്രഷ് മീൻ നല്ല ചിലതൊക്കെ നല്ല ഫ്രഷ് മീൻ കിട്ടും. റേറ്റും കുറച്ച് കുറവുണ്ട് കേട്ടോ അവിടെ. സൂര്യൻ തോട്ടി പോകാനായിട്ടില്ല അല്ലേ? ഇല്ല, പോന്നു കാണാലോ അല്ലേ? 4 മിനിറ്റ് കൂടെ ഉള്ളൂ. പോവല്ലേ. സൂര്യന് കുറെ സമയമുണ്ട്. കടലിലേക്ക് പോകാൻ കുറച്ച് ടൈം എടുക്കും. ലൈറ്റ് ഹൗസ്, വിദൂരതയിൽ കാണുന്ന ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ ലൈറ്റ് ഹൗസ്? ഇതിന്റെ അപ്പുറം എവിടെയാണ് ബീച്ച്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അപ്പുറ സൈഡാണ് ബീച്ച്. പക്ഷെ ഇപ്പുറ സൈഡിലെ ബീച്ചിൽ തൽക്കാലം പോയിരിക്കാം. എല്ലായിടത്തും ഒരേ വെള്ളമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച മാറിപ്പോയി. അപ്പൊ ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ കയറട്ടെ. ഞങ്ങളെ ഫസ്റ്റ് ടൈം കയറണേ ലൈറ്റ് ഹൗസിൽ. അപ്പൊ 2 പേർക്ക് 50 രൂപയാണ് തന്നെ. അത് ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ 50 ആണെന്ന് തോന്നുന്നു. ഇന്നിപ്പോ ഇങ്ങനെ കുറച്ച് കയറാനുണ്ട്. ഫുള്ള് കയറണ്ടേ മുകളിലേക്ക്? ലിഫ്റ്റ് ഉണ്ട്. അതിന്റെ ആവശ്യമില്ല. അവിടെ പക്ഷെ ഇങ്ങനെ കയറുമ്പോഴാണ് അതിന്റെ രസം. നമുക്ക് കയറട്ടെ, മുകളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഇതിന്റെ പകുതി എത്തിയിട്ട് നോക്കിയപ്പോ ബീച്ചിൽ നോക്കാം ആൾക്കാർ ഇഷ്ടംമാതിരി ആൾക്കാര്, വണ്ടികള്. ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, സൺഡേ അല്ലേ. സുഹൃത്തുക്കളെ, അപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഇതില് വെന്റിലേഷൻ കുറവാ, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. എത്താനായി തോന്നുന്നു. എന്റെ ടോപ്പിൽ നിന്ന് റിവ്യൂ ആണ് ഗൈസ്. നല്ല വ്യൂ ആണേ. അയ്യോ, ഇങ്ങോട്ട് വാ. ആ ബീച്ചിന്റെ അവിടെ കയറിയോ.
സൺസെറ്റ് ഇവിടെ തന്നെ നിന്നിട്ട് കാണാം അല്ലേ? ഞങ്ങൾ ലൈറ്റ് ഹൗസിന്റെ മണ്ടയിൽ കയറിയിട്ട് സൺസെറ്റ് കാണാൻ പറ്റും. ഇവിടെയൊക്കെ നോക്ക്. ഓ, ഇവിടെ നോക്ക്, ഇതാ ഒരു പട്ടണം. താഴെ വീഴുവോ? താഴെ അല്ലേ? എന്താണ് പറയാനുള്ളത്? എന്ത് പറയണേ? ഹൈറ്റ് പേടിയുണ്ടോ? ഇത് പിന്നെ പേടിയുണ്ട്. ചാടുന്നൊന്നുമില്ലെന്ന് പേടിക്കാൻ. അതെ, ഇങ്ങനെ പേടിക്കാതെ ഭയങ്കര പേടിയാണ്. എന്തിന്? ഫോൺ കുഞ്ഞു താഴെ പോണ്ട. എന്തുണ്ടെങ്കിലും പോലില്ല. സൺസെറ്റ് കണ്ടോ? സൺസെറ്റ് കണ്ടോ ബിസിനസ്? സൺസെറ്റ് കാണാൻ കണ്ടോ? ഫുള്ള് പോയി, സൂര്യൻ ഫുള്ള് തോട്ടിപ്പോയി. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഹൗസ് ഞങ്ങളുടെ മേലുണ്ട്. കയറിയിട്ട് ഇറങ്ങി. ലൈറ്റ് ഹൗസും കണ്ടിട്ട് ഞങ്ങള് നേരെ പോട്ടെ. വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കുന്ന പുറത്ത്, നേരെ ഇതിന്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ല. ഞങ്ങള് ഇപ്പൊ ബീച്ചിൽ കയറി. അവിടുന്ന് ലൈറ്റ് ഹൗസിൽ ഇറങ്ങിയിട്ട് ബീച്ചിലെത്തി. ബീച്ചിൽ നല്ല തിരക്കാം. നല്ല തിരക്കാം. നിങ്ങൾ കുറച്ച് ചില്ല് ചെയ്യട്ടെ. അപ്പൊ ഞങ്ങള് ബീച്ചിലൊക്കെ പോയി വീട്ടിൽ വന്നു. ഇനി ഏതാ ദുരന്തരോ സിനിമയുണ്ട്, ദുരന്തര കണ്ടിട്ടുണ്ടായിരുന്നു. അത് കാണണം. ആ പടം കാണണം. OTT ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഫുഡ് കഴിക്കണം. ഫുഡ് ഒന്നും പുറത്തൊന്നുമില്ല, ഡിന്നർ വീട്ടിൽ തന്നെ. ചോറുണ്ട്, മുട്ടയുണ്ട്, പിന്നെ രസം അന്ന് വെച്ച അതൊക്കെ ഉണ്ട്. അത് കഴിക്കണം, സിനിമ കാണണം, ഉറങ്ങണം. കഴിഞ്ഞു ഇന്നത്തെ പരിപാടികൾ. ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്തായാലും. പിന്നെ വേറൊന്നുമില്ല. അപ്പോ നമുക്ക് അടുത്ത ഒരു ഡേ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.